ഹലോ മൈ ഡിയേഴ്സ്, ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡെക്കറേഷൻ പാർട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോസിലുകൾ യൂസ് ചെയ്യാൻ പറ്റില്ല. റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന നോസിൽസ് വെച്ച് നമുക്ക് ഫ്ലവേഴ്സ്, ബോർഡേഴ്സ്, റോസ് ഫ്ലവർ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള നോസിലുകൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോ ഈ നോസിൽ വർക്ക് എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റീസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഐറ്റാണ് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചത് സിമ്പിൾ ആയിട്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കുകളാണ്. ഇതല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു മൈൻഡിൽ നമ്മുടെ ആശയങ്ങൾ അനുസരിച്ച് നമുക്ക് പല രീതിയിൽ പല വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത് കേക്ക് ചെയ്യണ പോലെ തന്നെ ഇതും എങ്ങനെയാന്ന് വെച്ചെങ്കിൽ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പെർഫെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു നോസിൽ വർക്ക് ഒക്കെ ചെയ്യാൻ പറ്റുക. അപ്പൊ ഡെയിലി എന്ത് ചെയ്യുക, നിങ്ങൾ കേക്ക് ചെയ്യുന്ന സമയത്ത് നോസിൽ വർക്ക് തീർച്ചയായിട്ടും അതിന് കൂടെ ഉൾപ്പെടുത്തി ചെയ്ത് നോക്കുക. എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യണോ അത്രയും നമുക്ക് നമ്മുടെ വർക്കിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കിട്ടും. ഇപ്പൊ നോസിൽ വർക്ക് ആണെങ്കിലും ഒരുപാട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ ഒരുപാട് ആശയങ്ങൾ വരും. ഓരോ നോസിൽ വെച്ചിട്ട് ഏതൊക്കെ ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും, വെറൈറ്റി ആയിട്ട് കൂടുതൽ ഡിസൈനുകൾ നമുക്ക് ഓരോ നോസിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെന്നൊക്കെ പറയുമ്പോൾ നമ്മള് കേക്കിൽ ഇങ്ങനെ റോസറ്റ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യണ. ഇത് വലുതാണ്, ഇത് ചെറുതാണ്, ഇത് കുറച്ചും കൂടെ വൈഡ് ആയിട്ട് വരുന്ന റോസ്. ഇതിൽ തന്നെ വലുതിലും ചെറുതിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പൊ മെയിൻ ആയിട്ട് വരുന്ന ജസ്റ്റ് രണ്ടെണ്ണം എടുത്ത് ഞാൻ കാണിച്ചതാണ്. ഇതെന്ന് പറയുമ്പോൾ നമ്മള് റോസ് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്, റോസിന്റെ ഫ്ലവർ നമ്മളിങ്ങനെ ഓരോ ഇതളായിട്ട് ചെയ്യൂലേ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ പല സൈസിലുള്ളതാണ് ഇത് കേട്ടോ. ഇതിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ ആ വേരിയേഷൻ അനുസരിച്ചിട്ട് റോസിന്റെ ഇതളുകളിലും ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഇത് റഷ്യൻ നോസിലിന്റെ ഐറ്റത്തിൽ വരുന്നതാണ് കേട്ടോ. റഷ്യൻ നോസിൽ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക ബട്ടർ ക്രീമുകൾക്കാണ്. നമ്മുടെ നോർമൽ വിപ്പിംഗ് ക്രീമുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും നമുക്ക് നല്ല ടൈറ്റ് ആയിട്ടൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമ്മൾ പുല്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഗാർഡൻ തീമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പുല്ല് പോലെയൊക്കെ നിൽക്കുന്ന കണ്ടിട്ടില്ലേ, അത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നോസിലാണ് ഇത്. ഓക്കെ, അപ്പൊ ഈ ഒരു നോസിൽ എന്ന് പറയുന്നത് നമ്മള് മെയിൻ ആയിട്ട് കേക്കിൽ ഫുൾ നമ്മൾ ഈ നോസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇടയിലൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഫ്ലവേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന നോസിലാണ്. ഈ ഒരു നോസിൽ വെച്ച് ജസ്റ്റ് ഒരു ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേക്കിൽ. അതുപോലെ തന്നെ അതിന്റെ ചെറിയ നോസിലാണിത്. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ ഫ്ലവർ ഒക്കെ വരച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അട്രാക്ഷൻ നമ്മുടെ കേക്കിന് തോന്നും. ഇതെന്ന് പറയുമ്പോൾ സ്റ്റാർ നോസിൽസ് ആണ്. സ്റ്റാർ നോസിൽ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് പല ഷേപ്പ് ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും എല്ലാ നോസിലുകളിലും. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ തന്നെ ചെറിയ പൂക്കൾ വരയാനും അതുപോലെ തന്നെ ബോർഡറുകൾ ചെയ്ത് കൊടുക്കാനും കേക്കിന്റെ മുകളിലും താഴേക്കുള്ള ബോർഡർ വരയാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നോസിൽസ് ആണിത്. ഈ ഒരു നോസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഫ്ലവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഇടയിൽ നമ്മൾ ചെറിയ ഗ്രീൻ കളറിൽ ലീഫ് കൊടുക്കുമല്ലോ, അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ നല്ല തിന്നായിട്ടുള്ള ലീഫായിരിക്കും. ഇത് കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ലീഫായിരിക്കും. പിന്നെ ഇത് മതി, നമുക്ക് ചെറിയ കുഞ്ഞു ലീഫൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ നല്ലതാണ് ഈ ഒരു നോസിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു നോസിൽ എന്ന് പറയുമ്പോൾ നമുക്കിത് കേക്കില് റോസ് അല്ലാണ്ട് നമുക്ക് എപ്പോഴും റോസ് തന്നെ ചെയ്യുമ്പോൾ ഭംഗി ഉണ്ടാവില്ലല്ലോ. നമുക്ക് വേറൊരു ഫ്ലവർ, ഇപ്പൊ നമ്മുടെ ഒരു സൺഫ്ലവർ പോലെയൊക്കെ സൂര്യകാന്തി പൂ പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നോസിലാണ്